ഇവിടെ പ്രതികരിച്ചിരിക്കുന്ന ക്ലാസിൻ്റെ സമാപന രാത്രിയിൽ കടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹം അറിയിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് വിശ്വാസികൾ സഭയിൽ എങ്ങനെയായിരിക്കണം എന്നുള്ള ചില ആശയങ്ങൾ ദൈവത്തിലൂടെ ചിന്തിക്കുവാനായിട്ടിടയായി. ഒന്നാമതായി നാം ചിന്തിച്ചത് ദൈവത്തിൻ്റെ ബഹുവിധമായ സ്വഭാവം സഭാവിശ്വാസികളിലൂടെ വെളിപ്പെടുത്തുക. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചത് ദൈവനാമ മഹത്വത്തിനായിട്ട് ഓരോ വിശ്വാസികളും ജീവിക്കുക എന്നുള്ളതാണ്. ഇന്നതിൻ്റെ തുടർമാനം എന്ന നിലയിൽ നമുക്ക് ഒട്ടും സമയം പാഴാക്കാതെ അടുത്ത പോയിന്റിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയ അംഗങ്ങൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം, ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ സഹായിക്കണമേ എന്നുള്ള ആ വാക്കുകൾ. അവിടെ നിന്നും നമുക്കിന്ന് രാത്രിയിൽ ആരംഭിക്കാം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ വ്യാപാരം ഇതിന് പിമ്പിലുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. സഭയിൽ വിശ്വാസികൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ പോയിന്റ്, വിശ്വാസികൾ വിശുദ്ധ ജീവിതം നയിക്കണം എന്നുള്ളതാണ്. വിശുദ്ധ ജീവിതം നയിക്കുക. നാം തിരുവഴുത്തിൽ വായിക്കുന്നത് പോലെ ദൈവം അരുളി ചെയ്തിട്ടുണ്ട്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുക. വിശുദ്ധ ജീവിതം നയിക്കുക, ദേശത്ത് പാർത്ത് വിശ്വസ്തതയെ ആചരിക്കുക, വിശുദ്ധിയോടുകൂടെ മുന്നോട്ട് നീങ്ങുക. ദൈവം നോക്കുന്നത് വിശ്വസ്തതയാണ്. ദൈവം വിജയത്തെയല്ല നോക്കുന്നത്, ആൾപ്പെരുപ്പമല്ല നോക്കുന്നത്. വിശുദ്ധ ജീവിതവും വിശ്വസ്തതയോടുകൂടെ ജീവിക്കുന്ന ദൈവജനമുള്ള സഭകൾ, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാം വിശുദ്ധരാണ്. നമ്മളെ വിശുദ്ധരായിട്ട് ദൈവം പരിഗണിച്ചിരിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ തന്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിച്ച് ഇന്ന് ദൈവം നമ്മളെ വിശുദ്ധ ജനമാക്കി തീർത്തിരിക്കുകയാണ്. അപ്പോൾ സ്ഥാനപരമായി സ്ഥായിയായി നമുക്ക് ആ വിശുദ്ധ പദം ലഭിച്ചിട്ടുണ്ട്. ദൈവസഭയെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. ഫിലിപ്പി ലേഖനം നമുക്കറിയാം, അവിടെയുള്ള വിശുദ്ധന്മാർ എന്നുള്ള പ്രയോഗം പൗലോസ് ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധന്മാർ. അപ്പോൾ നമുക്ക് ആ പൊസിഷനിൽ ലഭിച്ചിരിക്കുന്ന വിശുദ്ധി അത് ഭദ്രമാണ്, സംശയമില്ല. നാം രക്ഷിക്കപ്പെട്ട് ആ നിലയിൽ കർത്താവിന്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ നാം വിശുദ്ധരായി തീർന്നിരിക്കുകയാണ്. കർത്താവിന്റെ രക്തത്താൽ നമുക്ക് വിശുദ്ധി ലഭിച്ചിരിക്കുകയാണ്. നാം യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ അവന്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. അപ്പോൾ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെല്ലാം വിശുദ്ധരാണ്. അത് സേഫാണ്, അത് ഭദ്രമാണ് ആ പദവി. പക്ഷേ ശ്രദ്ധിക്കണമേ, നമ്മുടെ പൊസിഷണൽ ഹോളിനെസ് ഭദ്രമാണെങ്കിലും നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗികമായ നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സ്ഥാനപരമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശുദ്ധി അത് ഭദ്രമാണ്. പക്ഷേ പ്രായോഗികമായ നമ്മുടെ വിശുദ്ധി പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. രണ്ടാമതായി നമുക്കറിയാം, നമുക്ക് സ്ഥാനപരമായിട്ട് ലഭിച്ചിരിക്കുന്ന ഈ വിശുദ്ധി അല്ലെങ്കിൽ ആ പദവി അത് നിത്യതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. സ്ഥാനപരമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശുദ്ധി നിത്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ പ്രായോഗിക വിശുദ്ധി നാം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ആ സമയവുമായി ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. മൂന്നാമതായി, സ്ഥാനപരമായി സ്ഥായിയായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശുദ്ധർ എന്നുള്ള പദത്തിന്റെ റെസ്പോൺസിബിലിറ്റി, അതിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ കരങ്ങളിലാണ്. എന്നാൽ പ്രായോഗികമായ ഉള്ള വിശുദ്ധിയുടെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? നമുക്കാണ്, ദൈവമക്കൾക്കാണ്. ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഓരോ പ്രദേശത്ത് ദൈവമക്കൾ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അശുദ്ധിയും പാപവും ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അത് നമുക്കറിയാം, ഒരു സഭയെ മുഴുവനും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ദൈവനാമം ദുഷിക്കപ്പെടുന്ന കാര്യം നമുക്ക് നന്നായി അറിയാം. അങ്ങനെ ഒരു
കാരണവശാലും സ്ഥലസഭകളിൽ ഉണ്ടാകുവാൻ പാടുള്ളതല്ല. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും വിശുദ്ധിയിൽ നാം ആയിരിക്കണം, വിശുദ്ധി കാത്തു സൂക്ഷിക്കണം എന്ന് ദൈവം നമ്മളെ ഓരോരുത്തരെ കുറിച്ചും ഓരോ ദൈവജനത്തെ കുറിച്ചും പ്രാദേശിക സഭയിലെ ഓരോ വിശ്വാസികളെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണല്ലോ നമുക്കറിയാം, നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി വളരെ പ്രാധാന്യം നൽകുന്നവരാണ്. ഉപദേശ വിശുദ്ധി, ഉപദേശത്തിലുള്ള വിശുദ്ധി, അതുപോലെ പ്രായോഗികമായ വിശുദ്ധി. ദുരുപദേശങ്ങളും അതുപോലെ വിപരീത ഉപദേശങ്ങളും ഒക്കെ നമ്മുടെ സഭയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ നഗരശികാന്തം അതിനെ എതിർക്കും. കാരണം എന്താണ്? ഉപദേശപരമായ വിശുദ്ധിക്ക് വേണ്ടി നിലനിൽക്കുന്നവരാണ് ബ്രദറുകാർ, വേർപാടുകാർ. ഒരുപക്ഷെ ന്യൂനപക്ഷം ആളെ കാണുകയുള്ളൂ. പക്ഷേ ആ ന്യൂനപക്ഷമായ വിശ്വാസികൾ ഈ ഉപദേശപരമായ വിശുദ്ധിക്ക് വേണ്ടി നിലനിൽക്കുന്നു. അത് കർത്താവിന്റെ കാലം വരെയും ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവത്തിന്റെ സ്തോത്രം. അതുപോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ് പ്രായോഗിക വിശുദ്ധി. സ്ഥലസഭകളിൽ പ്രായോഗിക വിശുദ്ധി. ഈ ദിവസങ്ങൾ നമ്മൾ പ്രായോഗികമായ കാര്യങ്ങളാണല്ലോ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ആ പ്രായോഗിക വിശുദ്ധിയെ കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്ഥലസഭകളിൽ നാം ആയിരിക്കുമ്പോൾ ആ പ്രായോഗിക വിശുദ്ധിക്ക് എത്രമാത്രം നാം ഇമ്പോർട്ടൻസ്, പ്രാധാന്യം നൽകണം എന്നുള്ള വസ്തുത ഈ ഭാഗം ചിന്തിക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും. നമുക്കറിയാം, നമ്മുടെയൊക്കെ വാക്കുകൾ എത്ര വിശുദ്ധിയോടുകൂടെ കാത്തു സൂക്ഷിക്കുന്നത് അല്ലെ? നമ്മൾ സ്ഥലസഭയിലായിരിക്കുമ്പോൾ പല വാക്കുകൾ ഉപയോഗിക്കുന്നവരാണ്. പല രീതിയിലുള്ള വാക്കുകൾ, അന്യോന്യമുള്ള കമ്മ്യൂണിക്കേഷൻ നാം ഉപയോഗിക്കുന്നവരാണ്. ദൈവജനം അല്ലെങ്കിൽ പ്രാദേശിക സഭയിലുള്ള വിശ്വാസികളുടെ വാക്കുകൾ അത് വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇല്ലെങ്കിൽ എന്താ? മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം എന്താ വായിക്കുക? നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 12 verse 36. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ വാക്കുകളൊക്കെ എത്ര സൂക്ഷ്മതയോടുകൂടെ നാം ഉപയോഗിക്കണം, എത്ര കൃപയുള്ള വാക്കുകളായിരിക്കണം നാം സ്ഥലസഭകളിൽ ഉപയോഗിക്കേണ്ടത്. ചിന്തിക്കുക, എത്ര കൃപയോടുകൂടെയുള്ള വാക്കുകൾ, ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകളായിരിക്കണം നമ്മുടെ സ്ഥലസഭകളിൽ നാം ഉപയോഗിക്കേണ്ടത്. അതിന്റെ പ്രാധാന്യം പലപ്പോഴും നാം മറന്നു പോകുന്നില്ലേ? ആരാധന യോഗത്തിൽ ഒരുപക്ഷെ നമ്മൾ അധികം ഒന്നും സംസാരിക്കുകയൊന്നുമില്ല. അത്യാവശ്യ കാര്യങ്ങൾ വളരെ കൃപയോടുകൂടെ പറയും. പക്ഷേ ഏതെങ്കിലും ഒരു കമ്മിറ്റി മീറ്റിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യാലോചനയോ കടന്നു വരുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന, ദൈവമക്കൾ ഒന്നിച്ചുകൂടിയിരിക്കുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ, അതിൽ നാം വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മിക്കുന്നു. കാരണം നമ്മുടെ വാക്കുകളെല്ലാം ദൈവം അറിയുന്നു. നമ്മുടെ നടപ്പും നമ്മുടെ നിൽപ്പും നമ്മുടെ ഇരിപ്പും നമ്മുടെ വാക്കുകളും എല്ലാം അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവന് മുമ്പിൽ എല്ലാം നഗ്നവും മലർന്നും കിടക്കുന്നു എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ പ്രാദേശിക സഭകൾ നാം ഉപയോഗിക്കുന്ന വാക്കുകൾ അത് വളരെ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കണം എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കണം. വാക്കുകളെ കുറിച്ച്, പ്രത്യേകിച്ച് നീതിമാന്റെ വാക്കുകളെ കുറിച്ചുള്ള വർണ്ണന നമുക്ക് സദൃശ്യവാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും. സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. നീതിമാന്റെ നാവ് നേത്രമായ വെള്ളി, നീതിമാന്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കും. നീതിമാന്റെ അധരങ്ങൾ, നീതിമാന്റെ വാക്കുകൾ പലരെയും പോഷിപ്പിക്കും, പലരെ എൻകറേജ് ചെയ്യും, അല്ലെ, പലരെ മോട്ടിവേറ്റ് ചെയ്യും. അതാണ് നീതിമാന്റെ നാവിന്റെ, നീതിമാന്റെ വാക്കിന്റെ പ്രത്യേകത. എന്നാൽ വഷളന്റെ വായെക്കുറിച്ച്, വാക്കുകളെ കുറിച്ച് സദൃശവാക്യത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 11-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്:
വഷളൻ വായ് കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നാവ് എന്ന് പറയുന്നത് ഒരു ചെറിയ അവയവമാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നു, ആ നാവ് അല്ലെങ്കിൽ ആ വാക്കുകൾ എത്ര സൂക്ഷ്മതയോടുകൂടെ നാം ഉപയോഗിക്കണം എന്നുള്ള വസ്തുത ഇവിടെ ഒന്നാമതായി നമുക്ക് ചിന്തിക്കുവാനാണ്. നമ്മുടെ സഭകളിലൊക്കെ നാം ഉപയോഗിക്കുന്ന വാക്കുകൾ അതൊക്കെ എത്ര സൂക്ഷ്മതയോടുകൂടെ നാം ഉപയോഗിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമതായി പ്രവൃത്തികൾ. ആ പ്രവൃത്തികളിൽ എങ്ങനെ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം? നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയുള്ളതായിരിക്കണം? കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുകയും. അപ്പോൾ നാം ഏത് കാര്യങ്ങൾ ചെയ്താലും ദൈവനാമ മഹത്വത്തിനായിട്ട് ചെയ്യണം. നാം പ്രാദേശിക സഭയിൽ ചെയ്യുന്ന ഏത് കാര്യങ്ങളായാലും ഏത് പ്രവൃത്തിയായാലും അത് മുഖാന്തരം ദൈവനാമം മഹത്വപ്പെടണം. ആ പ്രവൃത്തികൾ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവനാമം മഹത്വപ്പെടും. നാം പാർക്കുന്ന സ്ഥലങ്ങളിൽ വിശുദ്ധിയോടുകൂടെ വിശ്വസ്തയോടുകൂടെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം കൊണ്ട് ദൈവനാമം മഹത്വപ്പെടും. നാം ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടം നമുക്കറിയാം, വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയുടെ നടുവിലാണ് നാം ആയിരിക്കുന്നത്. ഫിലിപ്പ് ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഫിലിപ്പ് 2:14, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? പരമാർത്ഥികളും ദൈവത്തിന് നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ വാദവും കൂടാതെ ചെയ്യുകയും. അപ്പോൾ പരമാർത്ഥികളായി, അനന്യരായി, ദൈവത്തിന് നിഷ്കളങ്ക മക്കളായി നാം ആയിരിക്കണം. ആ വിശുദ്ധിയിൽ നാം നമ്മുടെ പ്രവൃത്തികളെ കാത്തു സൂക്ഷിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുക. വിശുദ്ധിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ച് പ്രവൃത്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, പഴയ നിയമത്തിലെ ഒരു വ്യക്തിയാണ് യോസേഫ്. തനിക്ക് പാപം ചെയ്യുവാനായിട്ട് അവസരമുണ്ടായിരുന്നു. എന്നാൽ പാപത്തോട് നോ നോ ബൈ ബൈ പറഞ്ഞ് പാപത്തെ വിട്ടോടിയ മനുഷ്യനാണ്. അതുകൊണ്ട് ദൈവം തന്നെ ഉയർത്തി. തന്റെ ജ്യേഷ്ഠന്മാർക്ക് തന്നോട് അസൂയുണ്ടായി, ചരിത്രം നമുക്കറിയാം. മറ്റുള്ളവരെല്ലാം തന്നെ വെറുത്തപ്പോൾ ദൈവത്തോട് നല്ല മനസ്സാക്ഷി താൻ പുലർത്തിയത് കൊണ്ട്, താൻ പാപം ചെയ്താൽ അത് ദൈവത്തോട് ചെയ്യുന്നു എന്നുള്ള ബോധ്യം തന്റെ ഹൃദയത്തിൽ വന്നതുകൊണ്ട് പാപത്തോട് നോ നോ ബൈ ബൈ പറയുവാനായിട്ട് തനിക്ക് സാധിച്ചു. അതുകൊണ്ട് ദൈവം യോസേഫിനെ ഉയർത്തി. യോസേഫിനെ ഉയർത്തിയപ്പോൾ ഫറവോൻ യോസേഫിനെ കുറിച്ച് പറഞ്ഞൊരു പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ്. ആ പ്രസ്താവന നമ്മളെ കുറിച്ച് പറയുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ധന്യമായി തീരും. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിന്റെ 38-ാം വാക്യമാണ്. അവിടെ ഫറവോൻ യോസേഫിനെ കുറിച്ച് തന്റെ ഭൃത്യന്മാരോട് പറയുന്ന ഒരു ശ്രദ്ധേയമായ പ്രസ്താവനയാണ്. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം. ഓ ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഫറവോൻ തന്റെ ഭൃത്യന്മാരോട് പറയുകയാണ്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ, യോസേഫിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ? എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ്. എങ്ങനെ യോസേഫിന്റെ ജീവിതത്തിൽ ലഭിച്ചു? തന്റെ പ്രവൃത്തി അത് ദൈവം കാണുന്നു എന്ന് മനസ്സിലാക്കി, ദൈവത്തോടുള്ള പറ്റുവാനത്താൽ, ദൈവത്തോടുള്ള സ്നേഹത്താൽ പാപത്തോട് നോ പറയുവാനായിട്ട് യോസേഫിന് ഇടയായി. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നാം ആയിരിക്കുന്ന സഭകളിൽ വിശുദ്ധിയിൽ നാം ജീവിക്കണം. ഞാൻ ഓർപ്പിച്ചതുപോലെ ഉപദേശ വിശുദ്ധി നമുക്കുണ്ടായിരിക്കണം, ഉപദേശങ്ങളിലുള്ള വിശുദ്ധി ഉണ്ടായിരിക്കണം. ദുരുപദേശങ്ങളെ ഒരിക്കലും സഭയിൽ കൊണ്ടുവരുവാൻ നമ്മൾ അനുവദിക്കരുത്. അതുപോലെ തന്നെ പ്രായോഗികമായ വിശുദ്ധിയും, അതിൽ നമ്മളും വളരെ ശ്രദ്ധാലുക്കളായി തീരണം എന്നുള്ള കാര്യം പറഞ്ഞു. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് പോയേ ഉള്ളൂ, അല്ലെ? രണ്ടും പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, ചിലയിടത്താണെങ്കിൽ ഉപദേശ വിശുദ്ധിക്കാണ് പ്രാധാന്യം നൽകുന്നത്, പ്രായോഗിക വിശുദ്ധിക്ക് അത്രത്തോളം പ്രാധാന്യം നൽകുന്നില്ല. അതുകൊണ്ട് സഭയ്ക്ക് അതിൻ്റെതായ പോരായ്മ സംഭവിക്കുന്നു പിൽക്കാലങ്ങൾ. എന്നാൽ ഇവ രണ്ടും
ഒരുമിച്ച് ബാലൻസ് ചെയ്തുകൊണ്ട് പോകുവാനായിട്ട് ഇടയാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ സഹസഭകൾ അനുഗ്രഹിക്കപ്പെടും. ചില വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കൊച്ചുനാളിലാണ് കർത്താവദാസൻ ജോർജ് ഡോസൻ കൊട്ടാരക്കരയൊക്കെ പ്രസംഗിക്കാൻ വന്നപ്പോൾ താൻ ഈ ഡോക്ടറിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞു. നമുക്കറിയാം ഡോക്ടറിന്റെ ആദ്യത്തെ രണ്ടക്ഷരം DO എന്നാണ് അല്ലെ. ആ DO ഡു അത് നമ്മൾ മാറ്റിക്കളഞ്ഞാൽ പിന്നെ ആ വാക്ക് അവ്യക്തമാണ്. അത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. DO മാറ്റിക്കഴിഞ്ഞാൽ, അതുപോലെ നമ്മുടെ ഉപദേശങ്ങളിൽ നാം അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യമില്ല. നാം പഠിച്ചു വച്ചിരിക്കുന്ന ഉപദേശങ്ങൾ അത് പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ, അത് ദൈവനാമം ദുഷിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ നാം വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണം. മൂന്നാമതായി നമ്മുടെ ചിന്തകൾ ആരും അറിയാത്തൊരു മേഖലയാണ് നമ്മുടെ ചിന്ത അല്ലെ. ഭാര്യയ്ക്ക് ഒരളവ് വരെ അറിയാമായിരിക്കാം, ഭർത്താവിന് ഒരളവ് വരെ അറിയാമായിരിക്കാം, സഭയിലുള്ളവർക്ക് ഒരളവ് വരെ നമ്മുടെ ചിന്തകളും നമ്മുടെ മനസ്സിലെ ആലോചനകളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും. ഒരുപക്ഷെ അടുത്ത് ഇടപെടുന്ന വ്യക്തിക്ക് അത് സാധിക്കുമായിരിക്കും. എന്നാൽ അതിന് ഒരു പരിധിയുണ്ട്. അതിനപ്പുറം ചിന്തിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമല്ല. ആ ചിന്താമണ്ഡലത്തിലും നമ്മൾ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണം എന്നുള്ള വസ്തുത ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. കാരണം എന്താ? റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം പ്രത്യേകിച്ച് സുവിശേഷം പ്രകാരം ന്യായം വിധിക്കുന്ന കാര്യം അവിടെ പൗലോസ് പറയുമ്പോൾ ഒരു കാര്യം ഇങ്ങനെ വ്യക്തമാക്കുന്നു. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളുണ്ട്. മനുഷ്യന്റെ രഹസ്യങ്ങളെ, മനുഷ്യന്റെ ചിന്തകളെ, ആരും അറിയാതെ നാം ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, മറ്റുള്ള സഹോദരനെ കുറിച്ച് നാം ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, സഹോദരിയെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 5-ാം വാക്യം. ആ വാക്യം ഇവിടെ വായിക്കുമ്പോൾ ദൈവം എത്രമാത്രം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നു, നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ച ലഭിക്കും. അപ്പോൾ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കുന്ന ഒരു ദിവസമുണ്ട്. ഹൃദയങ്ങളുടെ ആലോചനകളെ അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അതെല്ലാം വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. അത് വെളിപ്പെടുത്തി ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ച ഉണ്ടാകും എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ രേഖപ്പെടുത്തി. പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്താമണ്ഡലം ധാരാളം തെറ്റുകൾ കടന്നു വരുവാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. പ്രായഭേദമന്യേ എല്ലാവരുടെയും ചിന്താമണ്ഡലത്തിൽ പ്രയാസങ്ങളും അതുപോലെ തെറ്റുകളും കടന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. ആകുലതകൾ വരുവാനുള്ള സാധ്യതയുണ്ട്. വ്യത്യസ്തമായ കാര്യങ്ങൾ ചിന്തയിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യത ഉണ്ട്. ആ ചിന്തകൾ, മോശമായ ചിന്തകൾ അല്ലെങ്കിൽ തെറ്റായ സഹോദരനെ കുറിച്ച് അവന്റെ വീഴ്ചയ്ക്ക് വേണ്ടിയുള്ള ചിന്തകൾ, അവനെതിരെയുള്ള അപവാദങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാം ചിന്തിക്കുകയും നമ്മുടെ മനസ്സിൽ സ്വരൂപിക്കുകയും ചെയ്താൽ അതിനൊക്കെ ന്യായം വിധിക്കുന്ന ഒരു ദിവസം സ്വർഗത്തിലുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ നാം നിൽക്കേണ്ടവരാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നല്ലോ, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. അപ്പോൾ നമ്മുടെ സഭകളിൽ നമ്മുടെ പ്രവൃത്തി വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണം, നമ്മുടെ വാക്കുകൾ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണം, നമ്മുടെ ചിന്തകൾ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണം. അങ്ങനെ വിശുദ്ധിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിത വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കുവാൻ ഇടയാകുമെങ്കിൽ നമ്മുടെ സഭകളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടതായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. സഭയുടെ ശുദ്ധീകരണത്തിന് 3 തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് പ്രാദേശിക സഭയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സഭയിലെ
വിശുദ്ധീകരണത്തിന് 3 തരത്തിലുള്ള നിയന്ത്രണങ്ങൾ. ഒരു വ്യക്തി അശുദ്ധിയിൽ വീണു പോയാൽ എങ്ങനെ അവനോടുള്ള ബന്ധത്തിൽ ആ കാര്യങ്ങൾ അവനെ മടക്കിക്കൊണ്ടുവരുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ചിന്തിക്കാൻ. ഒന്ന്, വിശ്വാസി സ്വയം വിധിക്കുകയും വെടിപ്പാക്കുകയും ചെയ്യുക. ഒന്നാമത് ചെയ്യാനുള്ളത്, ഒരു വ്യക്തി അശുദ്ധിയിൽ വീണുപോയാൽ അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചാൽ അവൻ സ്വയം വിധിക്കണം. താൻ രക്ഷിക്കപ്പെട്ടവനാണ്, ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തോട് സംസാരിക്കുക, യാതൊരു സംശയമില്ല. അങ്ങനെ സംസാരിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയാൽ എന്റെ ജീവിതത്തിൽ ആ അപാകത സംഭവിച്ചു പോയി, എന്റെ ജീവിതത്തിൽ ആ തെറ്റ് സംഭവിച്ചു പോയി എന്ന് മനസ്സിലാക്കി അത് വെടിപ്പാക്കുകയും മടങ്ങി വരുവാൻ ഇടയാകുകയും ചെയ്യും. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട. ജഡത്തിലെ ആത്മാവിലെ സകല കന്മഷവും, ലളിതമായി പറഞ്ഞാൽ നമ്മുടെ അകവും പുറവും, അല്ലെ? പുറം വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ എളുപ്പമാണ്. അകം എങ്ങനെ ഇരുന്നാലും പുറം നമുക്ക് വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാനായിട്ട് സാധിക്കും, അല്ലെ? ഞായറാഴ്ച വരുമ്പോൾ എല്ലാ കാര്യങ്ങളുണ്ട്, പ്രാർത്ഥനയുണ്ട്, പ്രബോധനമുണ്ട്, പ്രസംഗമുണ്ട്, പാട്ടുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. ആരും അറിയുന്നില്ല. പക്ഷേ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അത് മുഴുവനും മാലിന്യമാണ്. അങ്ങനെയാണ് തീരുന്നത്. നാം ജഡത്തിലെയും ആത്മാവിലെയും എല്ലാ കന്മഷവും, എല്ലാ പാപവും, എല്ലാ അശുദ്ധിയും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അത് ചെയ്യേണ്ടത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാലാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഹേമിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ഒരിക്കലും ആ പാപത്തിൽ, ആ അശുദ്ധിയിൽ തുടരുകയില്ല എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവത്തിന്റെ ആത്മാവ് അവനോട് സംസാരിക്കുമ്പോൾ സ്വയമായി വിധിക്കുകയും തന്റെ ജീവിതത്തെ വെടിപ്പാക്കുകയും ചെയ്ത് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഇടയാണ്. രണ്ടാമതായി നമുക്കറിയാം, സഭയുടെ ശിക്ഷണ നടപടികളിലൂടെ വിശ്വാസിയെ മടക്കിക്കൊണ്ടുവരിക. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലയിൽ അവനെ മടക്കി കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം സഭാ നേതൃത്വത്തിനുണ്ട്. അവന്റെ ജീവിതത്തിലെ കുറവുകൾ അവനെ പറഞ്ഞു മനസ്സിലാക്കി അവനെ കൊണ്ടുവരുവാനായിട്ട് ഇടയാകണം, മടക്കി കൊണ്ടുവരുവാനായിട്ട് ഇടയാകണം. ഒരിക്കലും അവനെ തള്ളിക്കളയുവാനായിട്ടല്ല, അവനെ സഭയിൽ നിന്ന് നീക്കം ചെയ്യുവാനായിട്ടല്ല, സ്നേഹത്തിന്റെ ആത്മാവിൽ അവനോട് ആ കാര്യങ്ങൾ പറയുകയും ആ നിലയിൽ അവനെ മടക്കിക്കൊണ്ടുവരുവാൻ ഇടയാണ്. സഭകളിൽ അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള നേതൃത്വം ഉണ്ടെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുമെന്നുള്ളത് ആവശ്യം. പിന്നെ സഭ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഒടുവിൽ അതിനുള്ള കാര്യങ്ങളും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ആ നിലയിൽ ഓരോ സഭകളെയും സഹായിക്കും. മൂന്നാമതായി, ദൈവം തന്നെ ചെത്തി വെടിപ്പാക്കും. അതിന് അവസരം കൊടുക്കരുത് കേട്ടോ. ദൈവം ചെത്തി വെടിപ്പാക്കും. ബാലശിക്ഷയിലൂടെ കടത്തിവിടും. അത് ഭയങ്കരമായിരിക്കും. അത് സഹിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരികയില്ല. അത് അവനോനെ അറിയാവൂ, ആ വ്യക്തിക്ക് മാത്രമേ അറിയാവൂ. അവന്റെ ജീവിതത്തിൽ അവൻ അശുദ്ധിയിൽ തുടരുന്നുവെങ്കിൽ ദൈവം, അവൻ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും അവനോട് ഇടപെടുകയും ദൈവത്തിന്റെ ആത്മാവ് അവനെ പ്രബോധിപ്പിച്ച് അവൻ മടങ്ങി വന്നില്ലെങ്കിൽ, സഭ അവനെ പ്രബോധിപ്പിച്ച് അവൻ മടങ്ങി വന്നില്ലെങ്കിൽ, അവൻ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അവനെ ചെത്തി വെടിപ്പാക്കും. ദൈവം അവനെ ശുദ്ധീകരിക്കും. രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ ശുദ്ധീകരിച്ചേ എടുക്കൂ, സംശയമില്ല. പ്രിയമുള്ളവരെ, നാം വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ, ആരും അറിയാത്ത പാപങ്ങൾ, രഹസ്യ പാപങ്ങൾ, ആരും അറിയാത്ത ചിന്തകൾ, ആരും അറിയാത്ത പ്രവൃത്തികൾ, ആരും അറിയാത്ത നമ്മുടെ ഇടപാടുകൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് മാനസാന്തരത്തോടുകൂടെ മടങ്ങി വന്നില്ലെങ്കിൽ, നമുക്കറിയാം അയോഗ്യമായി കർത്താവിന്റെ മേശയിൽ നിന്ന് പങ്കെടുക്കുന്നവരുടെ ശിക്ഷ നമുക്കറിയാം. രോഗികളായിത്തീരും, ബലഹീനരായിത്തീരും, നിദ്ര പ്രാപിക്കുവാനും സാധ്യത. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധിക്ക് എത്രമാത്രം പ്രാധാന്യം വ്യക്തിപരമായ ജീവിതത്തിൽ നാം നൽകണം. ഒരു പ്രാദേശിക സഭയിലെ ഒരു വ്യക്തിയുടെ അശുദ്ധിയായിരിക്കാം
ആ സഭയെ മൊത്തമായി ബാധിക്കുന്നത്, ദൈവനാമം ദുഷിക്കപ്പെടുവാൻ അത് നിമിത്തം ഇടയാകും എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വിശുദ്ധിക്ക് നാം എത്രമാത്രം പ്രാധാന്യം നൽകണം. ഉപദേശ വിശുദ്ധിയും അതുപോലെ തന്നെ പ്രായോഗിക വിശുദ്ധിയും. ആ നിലയിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ, നമ്മുടെ സരസഭകൾ ആ നിലയിൽ ദേശത്ത് ഞാൻ ഓർപ്പിച്ചതുപോലെ വിശ്വസ്തയോടുകൂടെ വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ ഇടയാകണം. ദൈവം അതാഗ്രഹിക്കുന്നു. അടുത്ത ആശയത്തിലേക്ക് കടന്നു വരാം. നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് പ്രാദേശിക സഭയുടെ ദൗത്യങ്ങളിലെ നാലാമത്തെ കാര്യം സുവിശേഷീകരണം. സുവിശേഷീകരണം അതിപ്രധാനമായ ഒരു ദൗത്യമാണ്. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടവും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും. അപ്പോൾ ഈ സുവിശേഷീകരണം എന്നുള്ള ദൗത്യം പ്രാദേശിക സഭകളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രാദേശിക സഭയിലെ വിശ്വാസികൾ ഈ സുവിശേഷീകരണം അത് ഏറ്റെടുക്കുവാനായിട്ട് ഇടയാകണം. പൗലോസ് പറയുന്നല്ലോ, സുവിശേഷ നിമിത്തം ഞാൻ കടക്കാരൻ. റോമാലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം. സുവിശേഷത്തിന് വേണ്ടി ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നു. 1-ാം അധ്യായം 15-ാം വാക്യം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പൗലോസ് പറയുകയാണ്, ഞാൻ സുവിശേഷ നിമിത്തം കടക്കാരൻ, ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നു, എനിക്ക് ലജ്ജയില്ല. എങ്ങനെ ലജ്ജിക്കുവാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ ഉണ്ടാകരുത്. കാരണം എന്താ? നമുക്ക് വേണ്ടി ഏറ്റവും ശാപകരമായ ലജ്ജാകരമായ ഒരു മരണം അനുഭവിച്ചവനാണ് നമ്മുടെ കർത്താവ്. അടി മുതൽ മുടി വരെ രക്താഭിഷേകത്തിനായി നിൽക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാൽവരി ക്രൂശിൽ കാണുവാനായിട്ട് കഴിയും. അപമാനം അലക്ഷ്യമാക്കാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടത സഹിച്ചു. അങ്ങനെയെങ്കിൽ ഈ സുവിശേഷീകരണത്തിന്റെ ദൗത്യം ഏറ്റെടുക്കുവാൻ നമുക്ക് ഇടയാകണം. പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ സഭകളിലൊക്കെ ഞായറാഴ്ച യോഗം കഴിഞ്ഞാൽ ഒരു പരസ്യബോർഡുണ്ടായിരുന്നു. പക്ഷെ ഈ കാലയളവിലൊക്കെ കുറഞ്ഞു പോയിരിക്കുകയാണ്. എന്നാൽ ദൈവം നമുക്ക് തരുന്ന പ്രാപ്തിക്കൊത്ത വെള്ളം, ദൈവം നമുക്ക് തരുന്ന കൃപയ്ക്കൊത്ത വെള്ളം, സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുവാൻ, സഭയായിട്ട് സുവിശേഷം അറിയിക്കുവാൻ ഇടയാകണം. ഞാൻ പലപ്പോഴും ഈ TPM ഹെഡ് ഓഫീസ്, കേരളത്തിലെ ഹെഡ് ഓഫീസ് കൊട്ടാരക്കരയാണ്. TPMകാരുടെ പരസ്യയോഗം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ ഉപദേശങ്ങളിലൊക്കെ ഒരുപാട് വൈകല്യങ്ങളുണ്ടെങ്കിലും അവരുടെ പരസ്യയോഗം വളരെ ശ്രദ്ധേയമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. പ്രത്യേകിച്ച് കൊട്ടാരക്കര, തിരുവനന്തപുരം ഭാഗത്തൊക്കെ ധാരാളം പരസ്യയോഗങ്ങൾ അവർ നടത്താറുണ്ട്. അവർ സഭയിലുള്ള നല്ലൊരു പങ്ക് ആൾക്കാരെ പരസ്യയോഗത്തിൽ പങ്കെടുക്കും. അത് പ്രായമുള്ളവർ കാണും, അതുപോലെ യുവാക്കന്മാര് കാണും, കുഞ്ഞുങ്ങൾ കാണും. അവരെല്ലാം കൂടെ ഒന്നിച്ചു നിന്നാണ് കർത്താവിനെ സാക്ഷ്യം വഹിക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു മാതൃകയാണ്. നമ്മുടെ സഭകളിലൊക്കെ ആ നിലയിൽ സുവിശേഷത്തിന് വേണ്ടി സഭയായിട്ട് നിൽക്കുവാൻ ഇടയാകണം. ദുഃഖം പറയട്ടെ, മിക്കവാറും എല്ലാ പ്രാദേശിക സഭയിലും ഇന്ന് സുവിശേഷ പ്രവർത്തനം, പ്രത്യേകിച്ച് സഭയായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സുവിശേഷ പ്രവർത്തനമുണ്ട്, സുവിശേഷകന്മാരുണ്ട്, വിശ്വാസികളുണ്ട്, ഒരു ഭവന സന്ദർശനമുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ സഭയായിട്ടുള്ള സുവിശേഷ പ്രവർത്തനം മിക്കവാറുമുള്ള സരസഭകളിലില്ല. വിരളമായ സരസഭകളിൽ മാത്രമേ. ഞാൻ ഉൾപ്പെടെ പറയുകയാണ്, നമ്മുടെയൊക്കെ ഒരു കുറവാണ്. പ്രിയമുള്ളവരെ, ആ നിലയിലാകാതെ ഈ സുവിശേഷം, ഇത് മഹത്വമുള്ള സുവിശേഷമാണ്, ഇത് കൃപയുടെ സുവിശേഷമാണ്, ദൈവത്തിന്റെ സുവിശേഷമാണ്, യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്, സമാധാനം നൽകുന്ന സുവിശേഷമാണ്, രക്ഷ നൽകുന്ന സുവിശേഷമാണ്. നാം അനുഭവിക്കുന്ന സന്തോഷം, നാം അനുഭവിക്കുന്ന രക്ഷ, അത് നമ്മുടെ സമശിഷ്ടങ്ങളോട് പറയേണ്ട കടമ ഓരോ പ്രദേശത്ത് ഓരോ പ്രാദേശിക സഭയായി ഏൽപ്പിച്ചിരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുന്നു. ആ സുവിശേഷീകരണം എത്രമാത്രം ഇന്ന് നടക്കുന്നു? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. കുറവുകളെ ദൈവശ്രദ്ധയിൽ ഏറ്റു പറയാം. എന്താണ് ഈ സുവിശേഷത്തിന്റെ പ്രത്യേകത? റോമാലേഖനത്തിൽ പൗലോസ് അതിന് നല്ലൊരു വിശദീകരണം നൽകുന്നുണ്ട്. വൈ ഗോസ്പൽ ഈസ് സോ സിഗ്നിഫിക്കന്റ്. എന്തുകൊണ്ട് ഈ സുവിശേഷം ഇത്ര നിസ്തുല്യമാണ്, ഇത്ര മഹത്വമുള്ളതാണ്? നമുക്കറിയാം, ഈ സുവിശേഷം അതൊരു പുതിയ ആശയമല്ല. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നല്ലോ,
ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. അപ്പോൾ ഇത് മുൻകൂട്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്നതാണ്. നിത്യതയിൽ തന്നെ വിഭാവനം ചെയ്തതാണ് സുവിശേഷം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷണീയ പ്രവൃത്തി നിത്യതയിൽ തന്നെ അനാദികാലത്ത് തന്നെ ദൈവം വിഭാവന ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സുവിശേഷം എന്ന് പറയുന്നത് ഒരു പുതിയ ആശയമല്ല. ഇത് ലോക സ്ഥാപനത്തിനു മുമ്പേ ദൈവം തീരുമാനിച്ച കാര്യമാണ്. മാത്രമല്ല, ഈ സുവിശേഷം ആരെ കുറിച്ചാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അതിൽ ദൈവത്തിന്റെ നീതി. 16-ാം വാക്യം, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ സുവിശേഷം രക്ഷിക്കുന്നതാണ്, രക്ഷിക്കുന്ന സുവിശേഷം. പ്രിയമുള്ളവരെ, ഈ സുവിശേഷമാണ്, ഈ നല്ല വാർത്തയാണ്, ഈ ഗുഡ് ന്യൂസ് ആണ് പ്രാദേശിക സഭയിലെ ഓരോ അംഗങ്ങൾക്കും നൽകിയിരിക്കുന്നത്. അതിന്റെ ഉത്തരവാദിത്വം ഓരോരുത്തർക്കുമുണ്ട്. മൂപ്പന്മാർക്ക് മാത്രമുള്ളതല്ല, സുവിശേഷകന്മാർക്ക് മാത്രമുള്ളതല്ല, എല്ലാ വിശ്വാസികൾക്കും അതിന് ഉത്തരവാദിത്വമുണ്ട്. ദൈവം തരുന്ന സാഹചര്യത്തൊത്തവണ്ണം, കൃപയ്ക്കൊത്തവണ്ണം ആ സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുവാനുള്ള ബാധ്യത, കടപ്പാട് ഓരോ വിശ്വാസികൾക്കും ഉണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. സുവിശേഷീകരണം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പ്രാദേശിക സഭകളിലേക്ക് തിരിഞ്ഞു നോക്കാം, നമ്മുടെ കുറവുകളെ നമുക്ക് കാണാം. ദൈവസന്നിധിയിൽ പെരുന്നാളുകളിൽ കർത്താവിന്റെ മഹത്വത്തിനായിട്ട് നമുക്ക് നിലനിൽക്കാം. 5-ാമത്തെ കാര്യം, 5-ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ വരാം. നന്മയായതൊക്കെ എല്ലാവർക്കും ചെയ്യുക. പ്രാദേശിക സഭയിൽ വിശ്വാസികൾ നന്മയായതൊക്കെ എല്ലാവർക്കും ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാനോ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടുമ്പോൾ നാം എല്ലാവർക്കും, വിശേഷ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. അപ്പോൾ നന്മയായതൊക്കെ എല്ലാവർക്കും ചെയ്യുക, പ്രാദേശിക സഭയുടെ അടുത്ത കടമ. സഹവിശ്വാസികൾ നന്മ ചെയ്യണം, നമ്മുടെ അയൽപക്കങ്ങളിലുള്ളവർക്ക് നന്മ ചെയ്യണം, നമ്മുടെ ദേശത്ത് നന്മ ചെയ്യുവാനാണ് നമുക്ക് ഇടയാകണം. ആ നിലയിൽ എല്ലാവർക്കും നന്മ ചെയ്ത് ജീവിക്കേണ്ടവരാണ് സഭയിലെ വിശ്വാസികൾ. കാരണം നമ്മള് എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നല്ലോ, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ടത്രേ ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സൽപ്രവൃത്തികൾക്കായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ നന്മ ചെയ്യുവാനായിട്ട് നമുക്കിടയാണ്. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യം, അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവത്തിൽ ആശ വെക്കാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമാണ്. അപ്പോൾ അവിടെ നാം കാണുന്നത് ദൈവത്തിൽ ആശ വെക്കാനും നന്മ ചെയ്യണം. ദൈവത്തിൽ ആശ വെക്കണം, അത് കഴിഞ്ഞ് നന്മ ചെയ്യണം, സൽപ്രവൃത്തി ചെയ്യണം. സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരും ആകുക. മറ്റുള്ളവരെ സഹായിക്കുക, കൊടുക്കുക, നന്മ ചെയ്യുക. എങ്ങനെയാണ് കൊടുക്കേണ്ടത് നമുക്കറിയാം. അതിന്റെ ധാരാളം കണ്ടീഷൻസ് നമുക്ക് തിരുവഴുത്തിൽ കാണാനായിട്ട് കഴിയും, നിബന്ധനകൾ കാണാൻ കഴിയും. അത് ഏത് മനോഭാവത്തോടെ കൊടുക്കണമെന്ന് നമുക്ക് കാണാൻ കഴിയും. 2-3 കാര്യങ്ങൾ അതിനോട് ചേർന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി നാം എങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ എങ്ങനെ നന്മ ചെയ്യണം? ദൈവസ്നേഹത്തിൽ ചെയ്യുക, ദൈവസ്നേഹത്തിൽ കൊടുക്കുക, അല്ലെങ്കിൽ നന്മ ചെയ്യുക. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതൊക്കെ മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ ചെയ്യണം. അതിന്റെ അർത്ഥം ദൈവസ്നേഹത്തിൽ നാം ചെയ്യണം. നാം ഒരു പ്രദേശത്ത് ഒന്നിച്ചു കൂടി വരുമ്പോൾ
ആ പ്രാദേശിക സഭയിലെ വിശ്വാസികൾക്ക് കർത്താവിനെന്ന പോലെ ചെയ്യണം. ദേശത്തോട് ഉള്ള ബന്ധത്തിലുള്ള കടപ്പാടുകൾ കർത്താവിനെന്ന പോലെ ചെയ്യണം. മനസ്സോടെ ചെയ്യണം. പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നല്ലോ, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കും. താൻ കൊടുക്കുന്ന കാര്യത്തിൽ കർത്താവിനോടുള്ള സ്നേഹത്തിലായിരിക്കണം കൊടുക്കണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? ഉദാഹരണം ഞാൻ എങ്ങനെ പറയട്ടെ, നമ്മൾ ഒരാളെ സഹായിച്ചോ വിചാരിച്ചോ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയെ നമ്മൾ സഹായിച്ചു. ചില നാൾ കഴിയുമ്പോൾ അദ്ദേഹം നമ്മളെ തിരിഞ്ഞു കുത്തി. നമ്മൾ ഉടനെ എന്ത് പറയും? നന്ദിയില്ലാത്തത്, അല്ലേ? യാതൊരു സ്നേഹവും ഇല്ലാത്തത്. കാരണം എന്താ? നമ്മൾ ആളിനെ നോക്കിയാൽ കൊടുത്തത്, കർത്താവിനെന്ന പോലെയല്ല കൊടുത്തത്. കർത്താവിനെന്ന പോലെ കൊടുക്കുക എന്ന് പറയുമ്പോൾ കൊടുക്കുക, മറക്കുക. ആരാ പ്രതിഫലം തരുന്നത്? കർത്താവ് പ്രതിഫലം തരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിൽ ഉള്ള പോരായ്മ ഏതാണ്? നമ്മൾ കർത്താവിനെന്ന പോലെ ചെയ്യുക. ഏത് കാര്യങ്ങളായാലും, കൊടുക്കുന്നതായാലും പ്രവർത്തിക്കുന്നതായാലും ശുശ്രൂഷകൾ ചെയ്യുന്ന കാര്യമായാലും കർത്താവിനെന്ന പോലെ ചെയ്യുക. തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലം കർത്താവ് നമുക്ക് നൽകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ കൊടുക്കുക എന്ന് പറയുമ്പോൾ ദൈവസ്നേഹത്തിൽ കൊടുക്കുക മക്കദോന്യ സഭകൾക്ക് ലഭിച്ചൊരു വലിയ ദൈവകൃപയായിരുന്നു. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ. കൊടുക്കുക, നന്മ ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ദൈവകൃപയാണ്. അപ്പോൾ ദൈവസ്നേഹത്തിൽ കൊടുക്കുക. രണ്ടാമതായി ഇല്ലായ്മയിൽ കൊടുക്കുക, ഉള്ളത് വെച്ച് കൊടുക്കുക. അല്ലെ, ഈ മക്കദോന്യ സഭകളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അവർ കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഷ്ടത എന്ന കഠിന ശോധനയിലൂടെ പോയ സഭയ മാസിഡോണിയയിലെ, മക്കദോനിയയിലെ ഈ സഭ. എന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധി, ഈ മഹാദാരിദ്ര്യം, അങ്ങനെ ഒരു അവസ്ഥയിൽ കിടന്നപ്പോൾ അവരുടെ സന്തോഷ സമൃദ്ധി നിമിത്തം അവർ ഔദാര്യമായി കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചു. യെരുശലേമിലെ സഭയിലെ വിശ്വാസികൾ, ആ വിശ്വാസികളെ അവർ കണ്ടിട്ടില്ല. പക്ഷേ അവരുടെ ആ ദൈവസ്നേഹം അതിന്റെ പിന്നിൽ വ്യാപരിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇല്ല എന്ന് പറഞ്ഞുകൊള്ളു, എനിക്കൊന്നും ഇല്ല, അതുകൊണ്ട് തരാനില്ല, ഒന്നും കൊടുക്കാനില്ല എന്ന് എക്സ്ക്യൂസ് പറയാൻ ആർക്കെങ്കിലും സാധിക്കും? പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഒരു വിശ്വാസികൾക്ക് സാധിക്കത്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിനുള്ള ഉദാഹരണം കർത്താവ് തന്നെ നൽകുന്നുണ്ട്. ഒന്നാമതായി മക്കദോന്യ സഭയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ വളരെ ദാരിദ്ര്യത്തിലുള്ള സഭയായിരുന്നു. കാരണം മക്കദോനിയയിലെ ടാക്സും അവർ ജോലി ചെയ്യുമ്പോൾ അവരെ പിഴിഞ്ഞ് ടാക്സ് എടുക്കുന്ന ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വളരെ തുച്ഛമായ വരുമാനമായിരുന്നു അവർക്കുള്ളത്. അത്ര ദാരിദ്ര്യം പിടിച്ചൊരു സഭയായിരുന്നു. പക്ഷേ അവരുടെ സന്തോഷ സമൃദ്ധിയും ദൈവസ്നേഹവും ദൈവകൃപയും നിമിത്തമാണ് അവർ കൊടുത്തത്. ഒരു പാവപ്പെട്ട സഭയായിരുന്നു. ഇനി ഒരു വ്യക്തിക്ക് പറയാൻ സാധിക്കും, എക്സ്ക്യൂസ് പറയാൻ സാധിക്കും? സാധിക്കില്ല. കാരണം എന്താ? കർത്താവ് നല്ലൊരു ദൃഷ്ടാന്തം പറഞ്ഞിട്ടുണ്ട്. ഏതാ? 2 കാശിട്ട വിധവ. അവൾ പാവപ്പെട്ടവളായിരുന്നു, ദാരിദ്ര്യത്തിൽ ജീവിച്ചവരായിരുന്നു. എന്നാൽ അവൾക്കുണ്ടായിരുന്ന ഉപജീവനം എല്ലാം കൊണ്ടുവന്ന് ഈ ഭണ്ഡാരത്തിലിട്ടു. കർത്താവ് നോക്കി. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ധനവാന്മാർ വന്നിട്ടു, അവരുടെ എമൗണ്ടൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞോ? ഇല്ല. സാധാരണ നമ്മള് കണക്കൊക്കെ വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എമൗണ്ട് കൊടുക്കുന്ന ആളുടെ പേര് ആദ്യം എഴുതും. 1,00,000 രൂപ, അത് കഴിഞ്ഞ് 50,000, 20,000, 10,000, 5,000, അവസാനം വന്ന് 500. ചിലപ്പോൾ ലാസ്റ്റ് ഏറ്റവും ചെറിയ എമൗണ്ട് 500 ആയിരിക്കും. 500 ഏറ്റവും അവസാനമായിരിക്കും. പക്ഷെ കർത്താവ് പറഞ്ഞില്ല. കർത്താവ് വേണ്ട ഏതാ? 2 കാശിട്ട വിധവ. അവരുടെ ആ ദൈവകൃപയാണ്, ആ ദൈവസ്നേഹമാണ് കർത്താവ് കണ്ടത്. എത്ര അനുഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിക്കും അതുകൊണ്ട് ഒഴിവ് പറയുവാനായിട്ട് സാധ്യമല്ല. കർത്താവദാസൻ ജോൺ കുര്യൻ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു കഥ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
ഒരു അമ്മച്ചിയുടെ കഥയാണ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഒരു അമ്മച്ചിയുടെ കഥയാണ്. ആ അമ്മച്ചി വർഷങ്ങൾക്ക് മുമ്പ് വളരെ കഷ്ടത സഹിച്ച് പിള്ളേരെയൊക്കെ പഠിപ്പിച്ച് അന്ന് വലിയ പണമൊന്നുമില്ല. അപ്പോൾ സഭയിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അമ്മച്ചി പറയും, എടാ മക്കളെ, എനിക്ക് മനസ്സുണ്ട്, കാശില്ല, വലിയ പ്രയാസമാണ്, മനസ്സുണ്ട് തരാം, പക്ഷെ കൈ പണമില്ല, കാശില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അമ്മച്ചിയുടെ മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി എല്ലാവരും നല്ല ധനാഠ്യരായി തീർന്നു, സമ്പന്നരായി തീർന്നു. അതിനുശേഷം ഒരു കളക്ഷൻ അവിടെ വന്നു. അപ്പോൾ ആ അമ്മച്ചിയുടെ അടുത്ത് ഇത് കളക്ഷൻ ചോദിച്ചു, കോൺട്രിബ്യൂഷൻ ചോദിച്ചു. അപ്പൊ അമ്മച്ചി പറഞ്ഞു, എടാ മക്കളെ, ഇന്നെനിക്ക് കാശുണ്ട്, പക്ഷെ മനസ്സില്ല. ഇന്നെനിക്ക് ഇഷ്ടംപോലെ കാശുണ്ട്, പക്ഷെ മനസ്സില്ല. പ്രിയമുള്ളവർ, മനസ്സിലാണ് കാര്യം ഇരിക്കുന്നത്. കാരണം ദൈവത്തിന്റെ ആത്മാവ് മനസ്സിലൂടെയാണ് പ്രവർത്തിക്കുന്നത്, കാശിന്റെ വലിപ്പമല്ല. നാം ഒരു വ്യക്തിക്ക് കൊടുത്താൽ അത് ദൈവകൃപയാണ് അതിന് മുമ്പിൽ വ്യാപരിക്കുന്നത്, ദൈവ സ്നേഹമാണ് വ്യാപരിക്കുന്നത്. അതുകൊണ്ട് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തിക്കും എക്സ്ക്യൂസ് പറയാനായിട്ട് സാധ്യമല്ല, ഒരു സഭയ്ക്കും എക്സ്ക്യൂസ് പറയാനായിട്ട് സാധ്യമല്ല. കർത്താവ് തന്നെ അതിന് വ്യക്തമായ ദൃഷ്ടാന്തം ആ നിലയിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇല്ലായ്മയിലും നാം കൊടുക്കണം. മൂന്നാമതായി സന്തോഷത്തോടെ കൊടുക്കുക. 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. സന്തോഷത്തോടെ കൊടുക്കുക. 2 കൊരിന്ത്യർ 9-ാം അധ്യായം 7-ാം വാക്യം. അവനവന്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. സന്തോഷത്തോടെ കൊടുക്കുക. ഉള്ളത് കുറച്ചേ ഉള്ളെങ്കിലും സന്തോഷത്തോടെ കൊടുക്കുക, നിർബന്ധത്താലല്ല. മറ്റേ സഹോദരൻ എന്ത് ചിന്തിക്കുന്നത്, എന്റെ കോൺട്രിബ്യൂഷൻ കാണുമ്പോൾ ആ സഹോദരൻ എന്നെ കുറിച്ച് എങ്ങനെ വിലയിരുത്തും, അല്ലെങ്കിൽ ആ സഹോദരി എങ്ങനെ വിലയിരുത്തും, ഈ ചിന്തയല്ല. പിന്നെയോ സന്തോഷത്തോടെ ദൈവം തരുന്ന കൃപയ്ക്കൊത്തവണ്ണം കൊടുക്കുവാൻ നമുക്കിടയാണ്. സമ്പത്തിന്റെ സമൃദ്ധിയല്ല, സന്തോഷത്തിന്റെ സമൃദ്ധി. അതാണ് മക്കദോന്യ സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. സമ്പത്തിന്റെ സമൃദ്ധി കൊണ്ടല്ല അവർ കൊടുത്തത്, ദൈവത്തിനുള്ള സന്തോഷം, ദൈവകൃപയിലുള്ള സന്തോഷം, അതിലാണ് അവർ നൽകുന്നത്. സി.ടി. സ്റ്റഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു മിഷണറി വീരനായ വ്യക്തിയായിരുന്നു സി.ടി. സ്റ്റഡ്. താനൊരു ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ ഒടുവിലാണ് താൻ ജനിച്ചത്. അത് ജനിച്ച് തന്റെ യൗവന പ്രായത്തിൽ താൻ കർത്താവിന് വേലക്കായിട്ട് ഇറങ്ങിയപ്പോൾ തന്റെ വസ്തുവകളെല്ലാം വിറ്റു. 29,000 പൗണ്ട് കിട്ടി. ഇന്നത്തെ കാൽക്കുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 30 ലക്ഷം രൂപ. 30 ലക്ഷം രൂപ 1880-ലെ കാര്യമാണ് പറയുന്നത്. ഈ 30 ലക്ഷം അല്ലെങ്കിൽ 29,000 പൗണ്ടും താൻ എന്ത് ചെയ്യുന്നതറിയാമോ? പല മിഷൻ വർക്കിനായിട്ട് കൊടുത്തു. ചൈന മിഷൻ വർക്കിനായിട്ട് നൽകി, ആഫ്രിക്കയിലെ മിഷൻ വർക്കിനായിട്ട് നൽകി. തനിക്കുണ്ടായിരുന്ന സമ്പത്തെല്ലാം വിറ്റ് അത്യാവശ്യം പണം മാത്രം തന്റെ പക്കൽ വെച്ച് താൻ മിഷണറി യാത്ര ചെയ്ത് പല രാജ്യങ്ങൾ സന്ദർശിച്ച് അനേകരെ കർത്താവിലേക്ക് സന്തോഷത്തോടെ. അത് സമ്പത്തിന്റെ സമൃദ്ധിയല്ല, സന്തോഷത്തിന്റെ സമൃദ്ധിയാണ്, ദൈവകൃപയുടെ വ്യാപാരം. അപ്പോൾ നാം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നന്മ ചെയ്യുമ്പോൾ സന്തോഷത്തോടെ ചെയ്യുക. നിർബന്ധത്താൽ വേണ്ട, പരപ്രേരണയാൽ വേണ്ട. ആരെങ്കിലും എന്നെ തെറ്റായി ചിന്തിക്കും അല്ലെങ്കിൽ വിലയിരുത്തും എന്നുള്ള നിലയിൽ കൊടുക്കണ്ട, അല്ലെങ്കിൽ ആരെങ്കിലും കാണിക്കാൻ വേണ്ടി കൊടുക്കണ്ട, മഹത്വം കിട്ടുവാൻ വേണ്ടി കൊടുക്കണ്ട. പിന്നെയോ ദൈവകൃപയിൽ ആശ്രയിച്ച് കൊടുക്കുവാനായിട്ട് നമുക്ക് ഇടയാണ്. സന്തോഷത്തോടെ കൊടുക്കുക. നാലാമതായി ഔദാര്യമായി കൊടുക്കുക, ധാരാളം കൊടുക്കുക, ധാരാളം കൊടുക്കുക. 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. ഔദാര്യമായി കൊടുക്കുക, ധാരാളം കൊടുക്കുക. സദൃശവാക്യങ്ങൾ 19-17 നാം ഇങ്ങനെ വായിക്കുന്നു, എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുക. ദൈവത്തിന് വായ്പ കൊടുത്താൽ
അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് എഴുതി തീർക്കാൻ സാധ്യമാണോ? ഇല്ല. കാരണം ദൈവം ആരുടെ കണക്കാരനല്ല. ഈ ബാങ്കിലൊക്കെ പണം കൊണ്ടിട്ടാൽ അതിന് നിശ്ചിതമായ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. എന്നാൽ ദൈവത്തിന് വായ്പ കൊടുക്കുക, എളിയവനെ നാം സഹായിക്കുമ്പോൾ, എളിയവനോട് കൃപ കാട്ടുമ്പോൾ നാം യഹോവയ്ക്ക് വായ്പ നൽകുകയാണ്. അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം ചെയ്യും. പ്രിയമുള്ളവരെ, ദൈവം ആർക്കും കടക്കാരല്ല. നമ്മുടെ പേഴ്സ് നാം തുറന്ന് നാം സമൂഹത്തിന് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോൾ, കൊടുക്കുമ്പോൾ അത് കാണുന്ന ഒരു ദൈവമുണ്ട്. ഏത് മനോഭാവത്തോടുകൂടെയാണ്, ഏത് ഉദ്ദേശത്തോടുകൂടെയാണ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അതിന് പ്രതിഫലം നൽകുന്ന ഒരു ദൈവം സ്വർഗ്ഗത്തിൽ. സദൃശവാക്യങ്ങൾ 22:9 നാം വായിക്കുന്നു, ദയാകടാശമുള്ളവൻ അനുഗ്രഹിക്കപ്പെടും, അവൻ തന്റെ ആഹാരത്തിൽ നിന്ന് അഗതിക്ക് കൊടുക്കുന്നവൻ. ദയാകടാശം ഉള്ളവൻ അനുഗ്രഹിക്കപ്പെടും. അഞ്ചാമതായി, നാം വീതപ്രകാരം കൊടുക്കുക. നമ്മള് ഒരു പോർഷൻ അല്ല കൊടുക്കേണ്ടത്. പിന്നെ എങ്ങനെ? പുതിയ നിയമം എന്താ? ഫ്രീ വില്ല. പഴയ നിയമത്തിൽ ദശാംശം ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഫ്രീ വില്ലായിട്ട് നൽകുകയാണ്. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും കൊടുക്കുന്ന മനോഭാവം. സദൃശവാക്യങ്ങൾ 3:27 വാക്യത്തെ നാം ഇങ്ങനെ വായിക്കുന്നു, നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. വലിയൊരു സത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാപ്തിയുള്ളപ്പോൾ യോഗ്യന്മാരായവർക്ക് നാം നൽകിയില്ലെങ്കിൽ, നാം രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ചില നാൾ കഴിയുമ്പോൾ ഈ പൈസ എല്ലാം നമ്മൾ സ്വരൂപിച്ചു, ആർക്കും ഒന്നും കൊടുക്കത്തില്ല, ഇതെല്ലാം സ്വരൂപിച്ചു വെച്ചേക്കുക. അവസാനം കൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യും? വല്ല ആശുപത്രിയിലോ അവിടെയൊക്കെ കളയുമ്പോൾ ഈ മനസാക്ഷി കുത്തം എന്ന് പറയുന്ന സംഭവം അതൊട്ടും സഹിക്കാൻ പറ്റാത്ത, അന്നേരം മനസാക്ഷി നമ്മളോട് പറയും, എടാ നീ കൂട്ടിവെച്ചിട്ട് എന്തായി? അന്ന് യോഗ്യനായ ഒരു സഹോദരൻ ഉണ്ടായിരുന്നല്ലോ, നിന്റെ അയൽവക്കത്തെ ഒരു സഹോദരി ഉണ്ടായിരുന്നല്ലോ, കഷ്ടത സഹിക്കുന്ന, വീടില്ലാത്ത, കഷ്ടതയിലൂടെ കടന്നു പോകുന്ന, രോഗത്തിലൂടെ കടന്നു പോകുന്ന, ചികിത്സയ്ക്ക് മാർഗമില്ലാതെ ജീവിക്കുന്ന ഒരു സഹവിശ്വാസി ഉണ്ടായിരുന്നല്ലോ, നീ എന്തുകൊണ്ട് കൊടുത്തില്ല? രോഗം എല്ലാവർക്കും വരും, പക്ഷേ ഈ മനസാക്ഷി കുത്തു വരത്തില്ല. കൊടുത്തു കഴിഞ്ഞാൽ പ്രാപ്തിയുള്ളപ്പോൾ യോഗ്യന്മാരായവർക്ക് കൊടുക്കണം. വലിയൊരു ആത്മീയ തത്വമാണ്. ഇല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ കൊടുക്കാതിരുന്നാൽ ഭാവിയിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തോട് ബന്ധത്തിൽ, നമ്മുടെ കുടുംബത്തോട് ബന്ധത്തിൽ വരുമ്പോൾ, സാമ്പത്തികമായ നഷ്ടം വരുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മളെ കുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ പോർഷൻ അല്ല നമ്മൾ കൊടുക്കേണ്ടത്, ഫ്രീ വിൽ ഗിവിംഗ് ആണ്. ദൈവം അതാണ് നോക്കുന്നത്. മനുഷ്യൻ നോക്കുന്നത് ആ എമൗണ്ടിന്റെ വലിപ്പമാണ്, ആ കൊടുക്കുന്നതിന്റെ വലിപ്പമാണ്, നന്മ ചെയ്യുന്നതിന്റെ വലിപ്പമാണ് മനുഷ്യൻ അല്ലെങ്കിൽ ലോകം കാണുന്നത്. എന്നാൽ ദൈവം കാണുന്നത് എന്താ? ആ പ്രപ്പോർഷനാണ്. അവൻ ഏതിൽ നിന്നാണ് കൊടുത്തത്, അവൻ എത്രമാത്രമുണ്ട്. അതാണ് 2 കാശിട്ട വിധവയുടെ പ്രത്യേകത. അവർക്ക് ഉപജീവനത്തിനുണ്ടായിരുന്ന മുഴുവനും അവൾ കൊണ്ടുവന്ന് ഭണ്ഡാരത്തിലിട്ടു. അവിടെയാണ് കർത്താവ് കണ്ടത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കും ആ ഒരു ഫ്രീ വിൽ ഗിവിംഗ്. നമുക്കറിയാം, 10 നൂറ്റാണ്ടിലെ വിശ്വാസികൾ അവർക്കുള്ളതെല്ലാം വിറ്റവര് അപ്പോസ്തലന്മാരെ കാറ്റടിച്ചു. നമ്മളെല്ലാം വിൽക്കണ്ട, പക്ഷേ നമ്മൾ ആനുപാതികമായി കൊടുത്തിരിക്കണം. ഫ്രീ വില്ലായിട്ട് നമുക്ക് നൽകിയിരിക്കണം. പ്രാദേശിക സഭ, നമ്മുടെ സഭകളിലുള്ള നമ്മളത് കണ്ടെത്തി, ഇവിടെ ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യോഗ്യന്മാരായിട്ടുള്ളവർക്ക്, അർഹതപ്പെട്ടവർക്ക് അത് നമ്മൾ ചെയ്തിരിക്കണം, നന്മ ചെയ്തിരിക്കണം, സാമ്പത്തികമായി സഹായിച്ചിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം നാം ഓർത്തിരിക്കണം. 6ാമതായി, പ്രാദേശിക സഭയിൽ നേരായ മാർഗത്തിൽ ഉണ്ടാക്കിയത് മാത്രം കൊടുക്കുക. നേരായ മാർഗത്തിൽ ഉണ്ടാക്കിയ പണം അല്ലെങ്കിൽ നേടിയ സമ്പാദിച്ച പണം മാത്രം ദൈവസഭയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നന്മ ചെയ്യുവാനായിട്ട് കൊടുക്കുക. നമുക്കറിയാം, ലോകത്തിലെ മതങ്ങളുണ്ട്, പല സഭകളുണ്ട്, സംഘടനകളുണ്ട്, അല്ലെ? അവർക്ക് ആരവരുടെ സഭയിൽ വന്നാൽ അവർക്കൊരു പ്രശ്നമില്ല. അവർക്ക് വേണ്ടത് എന്താ? പണം, സ്തോത്രാഴ്ച.
അല്ലെ? കൊട്ടാരക്കരയുണ്ട് അങ്ങനെ ഒരു സഭയാണ്. ആർക്കും പോകാം. സ്തോത്രാഴ്ചയുണ്ടല്ലോ പ്രധാനപ്പെട്ട. അത് ലോകത്തിലെ സഭകളുടെയും മതങ്ങളുടെയും ഒരു കാര്യമാണ്. ഏത് പണവും ആരുടെ പണവും സ്വീകരിക്കും. അവൻ രക്ഷിക്കപ്പെട്ടവനാണോ ഗുണപ്പെട്ടവനാണോ ഇതൊന്നും ഒരു വിഷയമല്ല. എന്നാൽ പ്രാദേശിക സഭയിൽ കൊണ്ടുവരുന്ന പണം വിശുദ്ധമായിരിക്കണം. അനധികൃതമായി ഉണ്ടാക്കിയ പണം പ്രാദേശിക സഭയിലേക്ക് കൊണ്ടുവരുവാൻ പാടുള്ളതല്ല. പലിശയ്ക്ക് കൊടുത്ത പണം, കൊള്ള പലിശ, അത് നേടി അത് സഭയിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളതല്ല. 15-ാം സങ്കീർത്തനത്തിൽ 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നല്ലോ, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോവുകയില്ല. അപ്പോൾ കൊള്ള പലിശ, കൈക്കൂലി, അഴിമതിയിലൂടെ നേടിയ പണം, അനധികൃതമായി നേടിയ പണം, ഇവ സ്തോത്രാഴ്ച കൊണ്ടുവന്നിടുവാനായിട്ട് പാടില്ല. മാത്രമല്ല പ്രാദേശിക സഭയിലുള്ള വിശ്വാസികൾക്ക് അത് നന്മ ചെയ്യുവാനായിട്ട് കൊടുക്കുവാൻ പാടുള്ളതല്ല. അങ്ങനെ കൊടുത്താൽ അത് ശിക്ഷാർഹമാണ്. ദൈവം അത് കാണുന്നു. വളരെ വ്യക്തമായി ഓർമ്മിക്കട്ടെ, നേരായ മാർഗത്തിൽ ഉണ്ടാക്കിയത് മാത്രം ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന് അർപ്പിക്കുക. ആ നിലയിൽ നന്മ ചെയ്യുക, കൊടുക്കുക. മാത്രമല്ല നേർന്നത് കൊടുക്കണം. അനന്യ സഫീറയുടെ ചരിത്രം നമുക്കറിയാം. അവർ നിലം വിറ്റ് കുറെ പണം എടുത്ത് മാറ്റി വെച്ച ശേഷമാണ് പത്രോസിന്റെ അടുത്ത് കൊണ്ടുവന്നത്. അവർ ദൈവത്തിന്റെ ആത്മാവിനോട് വ്യാജം കാണിച്ചു. അവരോട് നേരുവാനായിട്ട് ആരും പറഞ്ഞില്ല, കൊടുക്കുവാനായിട്ട് ആരും പറഞ്ഞില്ല. പക്ഷേ അവർ കൊടുക്കുവാൻ തീരുമാനിച്ചപ്പോൾ അതിൽ നിന്ന് കുറെ എടുത്ത് മാറ്റിവെച്ച് അവർ ചെയ്തത് കൊണ്ട് അതിന് ശിക്ഷ അവർ അനുഭവിച്ചു. ആദ്യം ഭർത്താവ്, പിന്നെ ഭാര്യ, അനന്യ സഫീറ. നമുക്കൊരു മുന്നറിയിപ്പാണ്. ദൈവസന്നിധിയിൽ നാം നേർന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് 31-ാം തീയതി ആണല്ലോ നമ്മുടെ നേർച്ചയൊക്കെ. നേർച്ച മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് സാക്ഷ്യമാണ്. എന്താണ്? അടുത്തൊരു വർഷക്കാലം ഞാൻ ഇതിന്റെ കാര്യങ്ങൾ ചെയ്യും, ഞാൻ ബൈബിൾ വായിക്കും, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ സുവിശേഷ പ്രവർത്തനം ചെയ്യും, ഞാൻ സുവിശേഷത്തിന് വേണ്ടി കൊടുക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരാറുണ്ട്, അല്ലെങ്കിൽ ദൈവസന്നിധി പറയാറുണ്ട്. എന്നാൽ ചിന്തിക്കുക പ്രിയമുള്ളവരെ, ഈ വർഷം നമ്മളിപ്പോൾ 10-ാം മാസമായല്ലോ. എത്രത്തോളം കഴിഞ്ഞ വർഷം ആരംഭത്തിൽ പ്രാർത്ഥനയോടുകൂടെ നാം എടുത്ത തീരുമാനങ്ങൾ നിവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ കൊടുക്കുന്നതിനുള്ള ബന്ധത്തിലാണ്. കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നാം കൊടുക്കണം. ഞാൻ ഓർപ്പിച്ചതുപോലെ ഫ്രീ വില്ലായിട്ട് നൽകുക. ദൈവം ധാരാളമായി അനുഗ്രഹിക്കും. 7-ാമതായി, കൊടുക്കുക എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിന്റെ അടയാളമാണ്. ദൈവസ്നേഹത്തിന്റെ അടയാളമാണ്. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 8-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്ന കൽപ്പനയായിട്ടല്ല, മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിന്റെ പരമാർത്ഥതയും ശോധന ചെയ്യരുതെന്നത്രേ പറയുന്നത്. നിങ്ങളുടെ സ്നേഹത്തിന്റെ പരമാർത്ഥത. അപ്പോൾ ദൈവസ്നേഹത്തിന്റെ അടയാളമാണ് കൊടുക്കുക. യു ക്യാൻ ഗീവ് വിത്തൗട്ട് ലവിങ്. അല്ലെ, നമുക്ക് സ്നേഹമില്ലാതെ കൊടുക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ യു കനോട്ട് ലവ് വിത്തൗട്ട് ഗീവിങ്. എന്നാൽ കൊടുക്കാതെ ഒരിക്കലും സ്നേഹിക്കുവാൻ സാധിക്കില്ല. നമ്മുടെ സഹവിശ്വാസികളെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഓരോ പ്രാദേശിക സഭകൾക്കാണ്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ട ഉത്തരവാദിത്വം, അവരുടെ ആവശ്യങ്ങൾ കൂടെ ഇരിക്കുവാൻ, അവരെ ആ നിലയിൽ കൈത്താങ്ങൽ നൽകുവാൻ ഓരോ പ്രാദേശിക സഭകൾക്കും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നമ്മുടെ സമൂഹത്തിന് ഒരുപക്ഷെ നമ്മുടെ അടുത്ത ഒരു ഉദാഹരണമായിട്ട് തൊട്ടടുത്ത നമ്മുടെ സഭയോട് ചേർന്നോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടോ ചേർന്നോ ആരെങ്കിലും ആ നിലയിൽ രോഗികളായിട്ടോ സാമ്പത്തികമായിട്ട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരോ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്നവരോ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തി നൽകുവാനായിട്ട്, അങ്ങനെയാണ് ആ ദൈവസ്നേഹം അവരിലേക്ക് പകരുന്നത്. അതിലൂടെ അവരോട് സുവിശേഷം അറിയിക്കാനുള്ള സാധ്യത വർദ്ധിക്കുക. ബ്രദറുകാരെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അവര് ആ സമൂഹത്തിനപ്പുറത്തേക്ക് പോകുന്നത് സാധാരണ കാണുന്നു. ആ ഒരു വിശാലമായ ഇടങ്ങളിലേക്ക് പോകുവാനായിട്ട് പലപ്പോഴും തയ്യാറാണ്. എന്നാൽ ഓരോ പ്രദേശത്ത്
ദൈവമാക്കിയിരിക്കുന്ന സ്ഥലസഭകൾ അവരുടെ ഉത്തരവാദിത്വം നിവർത്തിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവനാമം എത്രമാത്രം മഹത്വപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയം. നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം, അല്ലെ? കർത്താവ് യേശു പറഞ്ഞ വാക്കാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 35-ാം വാക്യം. അതുപോലെ കർത്താവ് പറഞ്ഞു ലൂക്കോസ് 6:38, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്നോർ നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളവ് കൊടുക്കുവാനായിട്ട് സാധിക്കും. ദൈവസ്നേഹം വെളിപ്പെടുത്തുക. ഒന്ന്, നാം അത് കണ്ടു. അന്യോന്യം ക്ഷമിക്കുക. 2, ദൈവനാമ മഹത്വത്തിനായിട്ട് ജീവിക്കുക. ഇന്ന് നാം കണ്ടു വിശുദ്ധ ജീവിതം നയിക്കുക. സുവിശേഷീകരണം ഒരു സഭയുടെ അതിപ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നന്മയായതൊക്കെ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം പ്രതിഫലം നൽകും. ഒരുപക്ഷെ ഈ ലോകം നമ്മളെ മാനിച്ചു എന്ന് വരികയില്ല, നമ്മുടെ സഭകൾ നമ്മളെ മാനിച്ചു എന്ന് വരികയില്ല, കൂട്ടുവിശ്വാസികൾ നമ്മളെ മാനിച്ചു എന്ന് വരികയില്ല. എന്നാൽ നമ്മെ മാനിക്കുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. എന്നെ വളരെ ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്യമാണ് എബ്രായലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. ആ വാക്യം നമുക്ക് ഒന്ന് ഉറക്കെ വായിക്കാം. എബ്രായലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. ഓ ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവരല്ല. മനുഷ്യൻ നമ്മെ മറന്നു കളഞ്ഞു എന്ന് വരാം, നമ്മുടെ കൂട്ടുവിശ്വാസികൾ നമ്മളെ മറന്നു കളഞ്ഞു എന്ന് വരാം, നമ്മുടെ സഭ നമ്മളെ മറന്നു എന്ന് വരാം, നമ്മുടെ അയൽവക്കം നമ്മളെ മറന്നു എന്ന് വരാം. എന്നാൽ നമ്മുടെ പ്രവൃത്തികൾ മറക്കാത്തൊരു ദൈവം സ്വർഗത്തിലുണ്ട്. ആ ജീവനുള്ള ദൈവം അവിടുന്ന് നമുക്ക് പ്രതിഫലം നൽകുന്നവരാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വാക്യം നാം നേരത്തെ ചിന്തിച്ചതുപോലെ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. രക്ഷിക്കപ്പെട്ട എല്ലാവരും ഒരു നാൾ കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പ് നിൽക്കും. പ്രാദേശിക സഭയിൽ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവജനവും അതിലെ കർത്താവിന്റെ മുമ്പിൽ നിന്നേ നോക്കൂ. അന്ന് നമ്മുടെ പ്രവർത്തികൾ ശോധന ചെയ്യുന്ന സമയം. നമ്മുടെ പ്രവർത്തികൾ എങ്ങനെയുള്ള പ്രവർത്തികളാണ്? നമ്മള് ഗുരുതിലേഖനത്തിൽ വായിക്കുന്നത് പോലെ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ലുകൾ അങ്ങനെയുള്ള പ്രവർത്തികളാണോ? അതോ കല്ല്, മരം, പുല്ല്, വൈക്കോൽ ഇങ്ങനെയുള്ളതാണോ? അങ്ങനെയുള്ള പ്രവർത്തികളാണ് പണിയുന്നതെങ്കിൽ നമുക്കറിയാം. മരം, പുല്ല്, വൈക്കോൽ അത് തീയിലൂടെ കടത്തി വിടുമ്പോൾ, അത് ശോധന ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ പ്രവൃത്തി ഈ വിധമാണെങ്കിൽ അത് നിലനിൽക്കുകയില്ല. അത് വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും എന്ന് നമ്മൾ വായിക്കുന്നു. പക്ഷേ അവന്റെ പ്രതിഫലം നഷ്ടപ്പെടും. ഇവിടെ ശ്രദ്ധിക്കണേ, പൗലോസ് പറയുന്നത് നാം എല്ലാവരും പൗലോസിനോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസിനെ മാറ്റി നിർത്തിയിട്ടില്ല, അല്ലെ? നമുക്കത് വായിക്കാൻ മനസ്സിലാക്കാൻ. ആരാണ് പൗലോസ്? മഹാനായ പൗലോസ്. പരിശുദ്ധ പ്രവൃത്തിയുടെ ഉദാത്തമായ ഉദാഹരണം എന്ന് പറയത്തക്ക പൗലോസ്, വേദശാസ്ത്രപരമായിട്ട് അവസാന വാക്കെന്ന് പറയത്തക്ക പൗലോസ് പറയുകയാണ്, നാം എല്ലാവരും, ഞാൻ ഉൾപ്പെടെ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സഭയിലെ ഓരോ പ്രവൃത്തികൾക്കും, ഓരോ ശുശ്രൂഷകൾക്കും, ഒരുപക്ഷെ പ്രാദേശിക സഭയിൽ നാം കടന്നു വന്ന് ഈ സഭാവളം തൂക്കുക, ഈ പായൊന്ന് വിരിക്കുക, ഈ കസേരകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിടുക, അല്ലെ? ആരും അറിയാത്ത ശുശ്രൂഷകളാ, ആരും കാണാത്ത ശുശ്രൂഷകളാ. അത് മനസ്സോടുകൂടെ നല്ല ഉദ്ദേശത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ചെയ്യുമ്പോൾ അതിന് പ്രതിഫലം നൽകുന്ന ഒരു ദൈവസർവത്തിലുണ്ട്. അവനൊന്ന് മറന്നു കളയുന്നവനല്ല. ചെറുത് മുതൽ വലിയ ശുശ്രൂഷകൾ, സഭയിലെ എല്ലാ ശുശ്രൂഷകൾക്കും പ്രതിഫലം നൽകുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. നാം എല്ലാത്തിനും കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. റോമാലേഖനം 14-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെയാണ് വായിക്കുന്നത്, നാം എല്ലാവരും ദൈവത്തിന് മുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. കണക്ക് കൊടുക്കുകയല്ല, കണക്ക് കാണിക്കുകയല്ല. കണക്ക് കാണിക്കാനൊക്കെ എളുപ്പമാണ്.
എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുത്താൽ നമുക്കറിയാം. പക്ഷെ കണക്ക് ബോധിപ്പിക്കണമെങ്കിൽ ഒരു CA മുമ്പിൽ ചെന്നാൽ അതിന് വേണ്ടുന്ന റെസിപ്റ്റും വൗച്ചറും ഒക്കെ കാണിച്ചാലേ ആ കണക്ക് പാസ്സാക്കുകയുള്ളൂ. അത് ബോധിപ്പിച്ചാലേ നോക്കൂ അത് എന്തിനു ചെലവാക്കി, ഏത് കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് ആ ചാർട്ടേഡ് അക്കൗണ്ടിനെ ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ അദ്ദേഹം സൈൻ ചെയ്ത് തരികയുള്ളൂ. എന്ന് പറയുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും ഒരു നാൾ കർത്താവിന് മുമ്പിൽ നിൽക്കേണ്ടവരാണ്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടവരാണ്. ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയിരിക്കും? ആ കാര്യവിചാരത്വം അതിലെത്രത്തോളം വിശ്വസ്തരായി നിൽക്കുവാനാണ് നമുക്കിടയായി. നല്ല ഒരു വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള ആ വിളി, ദാസിയെ എന്നുള്ള വിളി ലഭിക്കുവാനായിട്ട് നമുക്ക് ഇടയാകുമോ? നാം രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ട് ആത്മീയ ജീവൻ നയിക്കുന്നവരാണ്, നാം സ്വർഗത്തിൽ പോകും. സംശയമില്ല. രക്ഷിക്കപ്പെട്ട എല്ലാ കർത്താവായ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച വീണ്ടെടുക്കപ്പെട്ട എല്ലാവരും അവിടെ കാണും. പക്ഷേ നമ്മുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം നൽകുമ്പോൾ അതിൽ നാം എങ്ങനെയായിരിക്കും? കർത്താവിന് മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാദേശിക സഭ അതിലെ ഉത്തരവാദിത്തങ്ങളാണ് വളരെ ലളിതമായ നിലയിലാണ്. നമ്മുടെ ഒക്കെ സഭകളിൽ നടക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ 3 ദിവസവും ഇവിടെ പറഞ്ഞത്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ സംസാരത്തിലൂടെ യാതൊരു സംശയവുമില്ല, വളരെ വ്യക്തമായി നാം കേട്ടിട്ടുള്ള വിഷയമാണെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം കേട്ട വചനത്തിനൊത്തവണ്ണം ഈ വചനം നമുക്ക് ഒരിക്കലും ശിക്ഷാവിധി കാരണമായി തീരാതെ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കും. നമ്മളെല്ലാം കുറവുള്ളവരാണ്, പോരായ്മയുള്ളവരാണ്. അതെല്ലാം പരിഹരിച്ച് ദൈവസന്നിധിയിൽ വന്ന് ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ധന്യമായ ഒരു ജീവിതം നമ്മുടെ പ്രാദേശിക സഭകൾ നയിക്കുവാൻ നമുക്കിടയാകണം. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ച ആദ്യത്തെ പദവിതാണ് പ്രാദേശിക സഭ. സഭ എന്ന് പറയുന്നത് അത് കുഞ്ഞുകളിയല്ല, അത് തീക്കളിയാണ്. സഭയിലെ വാക്ക്, സഭയിലെ പ്രവൃത്തി, സഭയിലെ ശുശ്രൂഷകൾ, സഭയിലെ ആക്ടിവിറ്റീസ്, ഈ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തോടുകൂടെ ദൈവഭക്തിയിൽ, ദൈവകൃപയിൽ, വിനയത്തോടെ, താഴ്മയോടുകൂടെ, സൗമ്യതയോടുകൂടെ ചെയ്യുവാനായിട്ട് നമുക്കിടയാകണം. അങ്ങനെയെങ്കിൽ നമ്മുടെ സഭകൾ അനുഗ്രഹിക്കപ്പെടും. ഈ ദിവസത്തെ പഠനം അത് നമ്മുടെ സഭകൾക്കൊക്കെ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥലസഭകളിൽ വിശ്വസ്തയോടുകൂടെ കർത്താവിനെ സ്നേഹിച്ച് മാനിച്ച് ജീവിക്കുവാൻ ഈ പഠനം ഇടയാകട്ടെ. ഈ ദിവസങ്ങൾ നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിച്ചു. ഇവിടെ പ്രാർത്ഥനയ്ക്കും സഹകരണത്തിലൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുവദിക്കുന്നത് വീണ്ടും നമുക്ക് കാണുകയും ആ ക്രിസ്തീയ സ്നേഹബന്ധം പുലർത്തുകയും ചെയ്യാം. ഈ വചനങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹിച്ച് നൽകട്ടെ. കർത്താവിന്